പത്തനംതിട്ട കോന്നി ആനക്കുട്ടിൽ കോൺക്രീറ്റ് തൂണിളകി വീണ് 4 വയസ്സുകാരൻ ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമാണ് മരിച്ചത്. ഫോട്ടോ എടുക്കാനായി തൂണിൽ ചാരിയപ്പോഴാണ് അപകടം. ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചായിരുന്നു ദാരുണ സംഭവം. 11:30 കണ്ടായപ്പോൾ അവിടെ വന്നേ. അതെന്തുവാന്ന് നമുക്കറിയില്ല. അവനെങ്ങനെ പിടിച്ച് ഞങ്ങൾ അതിനകത്ത് പിടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇനി മാറി നിൽക്കുമായിരുന്നു. ഇല്ലില്ല, ഞാൻ ഒത്തിരി ദൂരെയാണ്. ഞാൻ അന്നേരം ആ കുഞ്ഞിൻ്റെ തള്ള അയ്യോ കുഞ്ഞെന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്നപ്പോഴാണ് ഞാൻ കയറി എടുത്തോണ്ട് അങ്ങനെ ഫസ്റ്റ് എഡിലോട്ട് ഓടിപ്പോയേ. അന്നേരം അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അല്ലല്ല, അവിടെ തന്നെ ഉണ്ടല്ലോ, തൊട്ടടുത്ത് അവിടെ കൊണ്ടുകയറ്റി. അന്നേരം അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞായിരുന്നേ. ഇവിടെ ഇങ്ങനെ ആഴത്തിലുള്ള ഇവിടെ പറയുന്നുണ്ട്. അപകടത്തിൽ വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എ.വി. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചെന്നു. ജയശങ്കർ, ഒന്ന് ചാരിയാൽ വീഴുന്ന അത്രയും ദുർബലമായ തൂണാണോ അവിടെ ഉണ്ടായിരുന്നത്? തൂണിന്റെ ബലക്ഷയം സംബന്ധിച്ച് ഇന്ന് മാത്രമാണ് വനം വകുപ്പ് പറഞ്ഞത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? ബന്ധപ്പെട്ട വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ എന്തായാലും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി, വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി എന്തായാലും പറയുന്നത്. ഈ അപകട സാധ്യത ഉണ്ടായിട്ടും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് മന്ത്രി പറയുന്നു. ഈ ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിക്കേണ്ടത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന കോൺക്രീറ്റ് തൂണ് വീണാണ് ഈ 4 വയസ്സുകാരൻ അഭിരാമിന് ജീവൻ നഷ്ടമായത്. ഇവിടെ തന്നെ ഈ തൂണിൻ്റെ ഭാഗത്ത് തന്നെ കോൺക്രീറ്റ് ഇളകി മാറിയിട്ടുണ്ട്. അവിടെ മണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ തൂണ് ഇളകി വീണുകൊണ്ടാണ് 11:00 ഈ 4 വയസ്സുകാരന് ജീവൻ നഷ്ടമായത്. ഇന്ന് അവധി ദിവസമായിരുന്നു. രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയതിനു ശേഷമാണ് അഭിരാമും കുടുംബവും ഈ കോന്നി ആനക്കുട്ടിൽ കുറച്ച് വിനോദത്തിന് വേണ്ടി എത്തിയത്. അങ്ങനെ ഈ തൂണിൽ ചാരി നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് ഈ തൂണ് മറഞ്ഞു വീഴുകയും കുട്ടിയുടെ തലയിലേക്കാണ് ഈ തൂണിൻ്റെ അറ്റം വന്ന് വീഴുന്നത്. നമുക്ക് ആ തൂണിൻ്റെ അടുത്ത് അമ്മയുടെ ചെരുപ്പുകൾ കാണാം. ഈ കുട്ടി ഇവിടെ വന്ന് നിൽക്കുകയും തൂണിൽ ചാരി ഫോട്ടോ എടുക്കുകയും അമ്മയാണ് അമ്മയുടെ മൊബൈലിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ഈ മകൻ്റെ മുകളിലേക്ക് ഇത്തരത്തിൽ കോൺക്രീറ്റ് തൂണ് തന്നെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യ ഘട്ടത്തിൽ വലിയ ഗുരുതര പരിക്കൊന്നും ഉണ്ടാകില്ലെന്ന് അമ്മ ഒക്കെ പ്രതീക്ഷിച്ചു. നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. 4 വയസ്സുകാരന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ തൂണിന് 10 വർഷത്തിലോളം പഴക്കമുണ്ടെന്നാണ് ഈ വനം വകുപ്പ് പറയുന്നത്. ഇതേപോലെ സമാനമായ അപ്പുറത്തുണ്ടായിരുന്ന തൂണാണ് മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. കുറച്ചു കാലം മുമ്പ് ഈ തൂൺ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഇത് മോഡിഫൈ ചെയ്ത് ഇവിടെ നിലനിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ തൂണിൻ്റെ ബലക്ഷയം തന്നെയാണ് അപകട കാരണം എന്നത് വ്യക്തമാണ് സുഹേൽ. കാരണം ഇവിടെ നോക്കൂ, ഇവിടെ ഇതൊക്കെ ഇടിഞ്ഞ് താന്നൊരവസ്ഥയിലാണ്. വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ്, തൊട്ടാൽ പൊടിയുന്ന അവസ്ഥയിലാണ്. അങ്ങനെ ഒരു തൂണാണ് ഈ മഴക്കാലത്ത് ഇത്തരത്തിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഭാഗികമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ വ്യാപകമായി ഉണ്ടായിരുന്നു. അങ്ങനെ മഴയിൽ കുതിർന്നായിരിക്കാം ഒരുപക്ഷെ ഇത് തകർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടി ഉണ്ടാകും, കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് വനം മന്ത്രി എന്തായാലും ഈ വിഷയത്തിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസും അല്പസമയം ഇവിടെ നടപടികൾ ഇവിടെ എത്തി പൂർത്തിയാക്കിയിരുന്നു. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം എന്തായാലും വിട്ടു നൽകും. അവധി ആഘോഷിക്കാൻ നല്ലൊരു പ്രതീക്ഷകളുമായി സ്വപ്നങ്ങളുമായി എത്തിയ 4 വയസ്സുകാരനാണ് ഈ കോന്നി ആനക്കുട്ടിൽ വെച്ച് ജീവൻ നഷ്ടമായത്. എന്തായാലും സംഭവത്തിൽ വനം വകുപ്പ് കർശനമായ നടപടി ഉണ്ടാവും, അന്വേഷണം നടത്തുമെന്ന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണ്. അങ്ങേയറ്റം ദുർബലമായി കൃത്യമായ അടിത്തറ പോലും ഇല്ലാതെയാണ് അവിടെ തൂണുകൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തൂണുകളുടെ ദുർബലാവസ്ഥ എന്തായാലും ഇന്നല്ല വനം വകുപ്പ് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വല്ലാത്തൊരു അപകടം, ഒരു ദാരുണാന്ത്യമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ സംഭവിച്ചിരിക്കുന്നത്. എ.വി. ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.